ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് കിംസ് ഹെൽത്ത് ക്യാൻസർ സെന്ററും ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ കെയർ പദ്ധതിയും സംയുക്തമായി ബീറ്റ് ദ ഫ്യൂംസ് ശ്വാസകോശ അർബുദ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കും തൂഫാൻ കെയർ ഫ്ലാഗുകളും ബാഡ്ജുകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കേണ്ടതുണ്ടെന്ന് കിംസ് ഹെൽത്ത് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MI സഹദുള്ള പറഞ്ഞു. 3 ഘടകങ്ങളാണ്. ഒന്ന് ഓപ്പറേഷൻ തുഫാൻ സ്ട്രൈക്ക് ചെയ്യുന്നത് അരുൾ ബി കൃഷ്ണയെ പോലുള്ള ആളുകളാണ്. അവർ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻസ് പരിശോധിക്കുന്നു, ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നു, അത് റിമാൻഡ് ചെയ്യുന്നു, നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തേത് തുഫാൻ വാരിയേഴ്സ്. ആദ്യത്തെ തുഫാൻ വാരിയേഴ്സ് ഈ മോഹൻലാലാണ്. ഇന്ന് കേരളം മുഴുവൻ തുഫാൻ വാരിയേഴ്സാണ്. അവർ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുക, ബോധവൽക്കരണ പരിപാടികൾക്ക് പങ്കാളികളാകുക, നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തുഫാൻ വാരിയേഴ്സ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തുഫാൻ കെയർ. തുഫാൻ കെയറിൽ ഇപ്പോൾ 35 ആശുപത്രികൾ ഇതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കിംസും മുന്നോട്ട് വന്നതിൽ ഞാൻ കിംസ് മാനേജ്മെൻറ്റിനെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.